പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും 8-ാം മാസത്തിൻ്റെ 13-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 118-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഉദ്ധരിക്കപ്പെട്ട വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ക്രിസ്തു തന്നെ അത് തെളിയിച്ചിട്ടുമുണ്ട്. ദൈവസഭ പണിയുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ പിതാവായ ദൈവം ക്രിസ്തുവിനെ കൊണ്ടാണ് തൻ്റെ സഭ പണിയുന്നത് എന്ന വസ്തുത അവർക്ക് തെളിയിച്ചു കൊടുത്ത കാര്യമാണ് പ്രസ്തുത വാക്യം. നമ്മുടെ കർത്താവിനെ ആരെല്ലാം ഏതെല്ലാം സന്ദർഭങ്ങളിൽ തള്ളിക്കളഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. സകലവും സൃഷ്ടിച്ച ദൈവത്തിന് ജനിക്കുവാൻ ഒരു ഇടവും ഈ ഭൂമിയിൽ ആരും നൽകിയില്ല. വഴിയമ്പലത്തിൽ പോലും ആരും സ്ഥലം കൊടുക്കാഞ്ഞത് നിമിത്തം കാലിത്തൊഴുത്തിലാണ് തന്നെ കിടത്തിയത്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ യേശുവിനെ തള്ളിക്കളഞ്ഞ കല്ല് പോലെ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുവാനിടയായി. തള്ളിക്കളഞ്ഞത് മാത്രമല്ല, അവർ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും ചെയ്തു. ക്രിസ്തുവിനോട് കൂടെ നടന്നു വിടുതലുകൾ പ്രാപിച്ച പുരുഷാരവും ശിഷ്യന്മാരും കർത്താവിനെ ഉപേക്ഷിച്ചു പോയിക്കളഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ ആലോചനകളെ കുറിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് കടുപ്പമേറുവാനിടയായി. കൂടെ നടന്നവരും അപ്പം തിന്നവരും ആ വാക്കുകൾ അവർക്ക് കൈക്കൊള്ളുവാൻ കഠിനമായെന്ന് തോന്നി അവർ യേശുവിനെ ഉപേക്ഷിച്ചു. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസിൻ്റെ പടയാളികൾ തന്നെ പിടിക്കുമ്പോൾ അതുവരെ കൂടെ നിന്ന ശിഷ്യന്മാരും ഉപേക്ഷിച്ചു, ഓടി. 12 ശിഷ്യന്മാരിൽ യൂദ എന്ന ശിഷ്യൻ, അപ്പോസ്തലൻ, താൻ അല്പം കാശിനു വേണ്ടി യേശുക്രിസ്തുവിനെ വിറ്റു. സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തു വന്നിരുന്നു യൂദ. വെറും നിസാര പണത്തിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. കർത്താവിനോടുകൂടെ മരിക്കുവാൻ പോലും തയ്യാറാണെന്ന് വീരവാദം മുഴക്കിയ പത്രോസ് പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എല്ലാറ്റിലും ഒടുവിലായി പീലാത്തോസും സകല നീതിപീഠങ്ങളും നമ്മുടെ കർത്താവിനെ ഉപേക്ഷിച്ചു. വീട്ടിലേറ്റവും ഇളയ മകനായി ജനിച്ചവനായിരുന്നു ദാവീദ്. തൻ്റെ മൂത്ത സഹോദരന്മാർ കഴിവുള്ളവരും സൈനിക സേവനത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. ഇസ്രായേൽ പ്രഥമ രാജാവായ ശൗലിൻ്റെ ഭടന്മാരിൽ ശക്തന്മാരായിരുന്നു ദാവീദിൻ്റെ സഹോദരന്മാർ. എന്നാൽ ദാവീദ് കഴിവ് കുറഞ്ഞവനായതുകൊണ്ടാണോ എന്നറിയില്ല, അവന് വീട്ടിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. ഏത് സന്ദർഭത്തിലാണെന്ന് കൃത്യമായി നാം അറിയുന്നില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം. ശമൂവേൽ ഈശായിയുടെ ഭവനത്തിൽ നിന്നും ഒരുവനെ രാജാവായി തിരഞ്ഞെടുക്കുവാൻ വരുമ്പോൾ തൻ്റെ 7 മക്കളെ
അവൻ നിർത്തി ഈശായി തൻ്റെ ഭാര്യയും. എന്നാൽ എട്ടാമനായ ദാവീദിനെ മറന്നു. ദാവീദ് പറയുന്നു, ആമേൻ ഹാലേലൂയ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ ജ്യേഷ്ഠന്മാർക്ക് ഭക്ഷണവുമായി പടക്കളത്തിൽ ചെന്ന് ദാവീദ് മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജ്യേഷ്ഠന്മാർ സമൂഹത്തിൽ വെച്ച് ദാവീദ് സംസാരിക്കുന്ന ആ കൂട്ടത്തിൽ വെച്ച് അവനോട് കോപിച്ച് വഴക്ക് പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു. ആമേൻ, അപ്പൻ്റെ ആടുകളെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു വന്നു എന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞു. അവനെ ഓടിച്ചു വിടുവാൻ നോക്കി. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ് മല്ലൻ്റെ നേരെ കവണയും കല്ലുമായി പാഞ്ഞെടുത്തപ്പോൾ അവൻ ദാവീദിനെ നിന്ദിച്ചു. ആര്? ഗോലിയോത്ത് ദാവീദിനെ നിന്ദിച്ചു, പരിഹസിച്ചു. ഇങ്ങനെ എല്ലാവരാലും തള്ളപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനിടയായി. തള്ളിക്കളഞ്ഞ കല്ല്, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ കല്ല്, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, മൂലക്കല്ലായി തീരുവാനിടയായി. പ്രിയ ദൈവപൈതലേ, ആർക്കും നിന്നെ വേണ്ട എന്നും നിന്റെ സ്വരം ഇവിടെ കേട്ടുപോകരുത്, നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്, നിന്റെ ആലോചന ഇവിടെ ആർക്കും വേണ്ട. ആട്ടിപ്പായിച്ച് വിടുന്ന വ്യക്തികളുടെ നടുവിൽ ഓടിക്കുവാൻ നോക്കിയാലും ഹല്ലേലൂയ, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മെ അവഗണിച്ചാലും നമ്മെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ ഈ പ്രഭാതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല രക്ഷകൻ നമുക്കുണ്ട്. ഉടഞ്ഞുപോയ മൺപാത്രത്തെ കുശവൻ എറിഞ്ഞു കളയാതെ അതിനെ കൊണ്ട് മറ്റൊരു മാനപാത്രം നിർമ്മിക്കുന്നത് പോലെ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെങ്കിൽ നമ്മെ കഴിവുകെട്ട, നമ്മെ അവഗണിക്കപ്പെട്ട, നമ്മെ ആരെയും സ്തോത്രം ദൈവം പണിതെടുക്കും എന്നതിന് സംശയമില്ല. യബേസിനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞതായി കാണുന്നില്ല എങ്കിലും ജനന സംബന്ധമായി എന്തോ ബലഹീനത അവനുണ്ടായിരുന്നു എന്ന് സ്തോത്രം അനുമാനിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. തൻ്റെ പരിമിതമായ സ്ഥിതിക്ക് ഭേദം വരുത്തി തന്നെ അനുഗ്രഹിക്കണമെന്ന് യബേസ് വളരെ താല്പര്യത്തോടുകൂടെ ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവം ആ അപേക്ഷ കേൾക്കുകയും അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുകയും ചെയ്തു. പ്രിയ ദൈവവേദിയിലെ യോബിൻ്റെ ജീവിതം നോക്കൂ. സ്വന്തം ഭാര്യ പോലും അവനെ തള്ളിക്കളയുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. തൻ്റെ കഷ്ടതയിൽ തന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കേണ്ട ഭാര്യ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സ്നേഹിതർ തള്ളിക്കളഞ്ഞു, ബന്ധുമിത്രാദികൾ എല്ലാവരും തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം നല്ലൊരു മൂലക്കല്ലായി സ്തോത്രം യോബിനെ പണിതെടുക്കുവാനിടയായി. നമ്മുടെ കർത്താവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. മനുഷ്യർ തള്ളിക്കളഞ്ഞത് സിയോനിൽ മൂലക്കല്ലായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും മാന്യതയും വിടുതലും ലഭിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നേ മതിയാകൂ. നാം ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയും കർത്താവിനോട് ചേർന്ന് പണിയപ്പെടുകയും വേണം എന്ന കാര്യം നാം മറക്കരുത്. മനുഷ്യൻ നമ്മെ തള്ളിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു നമ്മെ. ആമേൻ, ഹല്ലേലൂയ. നമ്മെ ദൈവസഭയുടെ മൂലക്കല്ലുകൾ ആയി സ്വർഗം തിരഞ്ഞെടുക്കുമ്പോൾ ലോകം നമ്മെ തള്ളിക്കളഞ്ഞാലും, സ്നേഹിതർ നമ്മെ തള്ളിക്കളഞ്ഞാലും, സംഘടന നമ്മെ തള്ളിക്കളഞ്ഞാലും, കൂടെ ആരാധിച്ചവർ തള്ളിക്കളഞ്ഞാലും, വിശ്വാസികൾ തള്ളിക്കളഞ്ഞാലും, പാസ്റ്റർമാർ തള്ളിക്കളഞ്ഞാലും കുഞ്ഞെ ദൈവം പരിഗണിപ്പാനിടയാകും. അവൻ നമ്മെ നല്ല മൂലക്കല്ലായി നമ്മെ തിരഞ്ഞെടുത്ത സ്തോത്രം ഹല്ലേലൂയ, നല്ല മൂലക്കല്ല് അവനോടുകൂടെ ചേർത്ത് നമ്മയും പണിയുവാനിടയാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. മൂലക്കല്ല് ഇരിക്കുന്ന അടുത്ത് സ്തോത്രം നല്ല കല്ലുകളെ ചേർത്തിരുത്തത്തും.
അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതം സ്തോത്രം നല്ല കല്ലായി നമ്മെ തിരഞ്ഞെടുപ്പാൻ യേശു ക്രിസ്തു നമ്മോട് കരുണ കാണിച്ചു. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആമേൻ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ നമ്മുടെ നസ്രയനായ യേശു ആമേൻ തൻ്റെ പട്ടണക്കാർ തള്ളിക്കളഞ്ഞു, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സ്നേഹിതർ എല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പം തിന്നവരും സൗഖ്യം പ്രാപിച്ചവരും എല്ലാവരും തള്ളിക്കളഞ്ഞു, കുഷ്ഠരോഗം മാറിയവരും എല്ലാം തള്ളിക്കളഞ്ഞു. പക്ഷേ സ്വർഗം ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ നല്ലൊരു മൂലക്കല്ലായി ആമേൻ തീർത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെ, നമ്മെ കാണുമ്പോൾ ഒരു ആശ്ചര്യമായി തീരുവാൻ തക്കവണ്ണം ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് പ്രഭാതം കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ദൈവം നിങ്ങളെ ഒരു നല്ല മൂലക്കല്ലായി പണിതെടുത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്ചര്യമായി, അതിശയമായി, അത്ഭുതമായി തീരേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ, ഈ പ്രഭാതം എത്ര പേർ ആമേൻ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് പ്രഭാതം ഒരു നല്ല മൂലക്കല്ലായി കർത്താവിൻ ആമേ പ്രയോജനമുള്ള നല്ല ഫലമായി ഞങ്ങൾ തീരേണ്ടതിന് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.